നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ബേജാറാകേണ്ട, നമുക്ക് എല്ലാവർക്കും ബ്യൂട്ടി സിൽക്സിലേക്ക് പോകാം. അവിടെ ആകുമ്പോ എല്ലാവരുടെയും ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷനും ഉണ്ട്. വലിയ വിലയാവില്ല. അത്താണി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്റ്റീൽ ഇൻഡസ്ട്രീസ് ആൻഡ് ഫോർജിംഗ്സ് ലിമിറ്റഡ് വീണ്ടും പ്രവർത്തന മികവിൽ രാജ്യത്തിന്റെ നെറുകയിൽ. ഇന്ത്യൻ നേവിയിൽ നിന്ന് മത്സരാധിഷ്ഠിത ടെൻഡർ വഴി ലഭിച്ചത് 36 കോടി രൂപയുടെ ഓർഡർ. സ്ഥാപന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഓർഡർ നേടിയത് വിറ്റുവരവ് 100 കോടി കടത്താനുള്ള വലിയ പരിശ്രമത്തിനിടെ തദ്ദേശീയമായി വികസിപ്പിച്ച് നൽകേണ്ടത് നാവികസേനയുടെ അന്തർവാഹിനിയിലേക്കുള്ള 60 തരത്തിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഭാഗങ്ങൾ. അഭിമാന നേട്ടം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. ഭൂലോക വൈകുണ്ഠമായ ഗുരുഭവനപുരിയിൽ ഉണ്ണിക്കണ്ണനെ പൂജിക്കാൻ ഇനി മലപ്പുറം സ്വദേശി. അടുത്ത മേൽശാന്തിയായി മൂതൂർ കവപ്രമാറത്ത് മനയിൽ KM അച്യുതൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. ഏപ്രിൽ 1 മുതൽ അടുത്ത 6 മാസക്കാലത്തേക്കാണ് ഉണ്ണിക്കണ്ണ പൂജ. വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകന് ജീവിത സൗഭാഗ്യം ലഭിക്കുന്നത് 4ാം തവണയിലെ അപേക്ഷയിൽ. അച്യുതൻ നമ്പൂതിരിയുടെ നറുക്കെടുത്തത് നിലവിലെ മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി. കൂടിക്കാഴ്ചയിൽ യോഗ്യത നേടിയത് 38 പേർ. തൃശൂരിന് വല്ലാതെ പൊള്ളുന്നു. സഹിക്കാനാകാത്ത ചൂടിൽ വെന്തുരുകി ജനങ്ങൾ. താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂരടക്കം 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഞായറാഴ്ചയും ചൂടും ഈർപ്പമുള്ള അന്തരീക്ഷ സ്ഥിതിക്ക് സാധ്യതയെന്നും പ്രവചനം. സംസ്ഥാനത്ത് മയക്കുമരുന്ന് വ്യാപനത്തിന് പിന്നിൽ CPM വിദ്യാർത്ഥി സംഘടന SFI ആണെന്ന് പ്രതിപക്ഷ മുൻ നേതാവ് രമേശ് ചെന്നിത്തല. SFI പിരിച്ചുവിടണമെന്നും ആവശ്യം. 9 വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രിക്ക് ലഹരി മാഫിയക്കെതിരെ ഒന്നും ചെയ്യാനായില്ല. നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്ന് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി നാടിനോടും ജനങ്ങളോടും ഉള്ള എൻ്റെ കടമ നിറവേറ്റുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ലഹരിക്കെതിരെ വേറിട്ട സമരവുമായി INTUC രംഗത്ത്. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമവിരുദ്ധ ലഹരിക്കെതിരെ പ്രതിജ്ഞ നടന്നു. മണ്ണുകൊണ്ട് നിർമ്മിച്ച രാജ്യത്തെ പ്രമുഖ ഡാമുകളിലൊന്നായ വാഴാനി ഡാമും വിനോദസഞ്ചാര കേന്ദ്രവും കൂടുതൽ മുഖം മിനുക്കുന്നു. 5.99 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന സംഗീത ജലധാരയ്ക്ക് പുറമെ ഡാം കെട്ടിന് മുകളിലും പൂന്തോട്ടത്തിലും വൈദ്യുതി ദീപാലങ്കാരങ്ങൾ നിറയും. നിയോജക മണ്ഡലത്തിലെ ടൂറിസം കേന്ദ്രങ്ങളുടെ വികസന മുന്നേറ്റം ഉറപ്പാക്കാൻ സേവ്യർ ചിറ്റിലപ്പള്ളി MLA രംഗത്ത്. വടക്കാഞ്ചേരി റെസ്റ്റ് ഹൗസിൽ ഉന്നതതല യോഗം നടന്നു. അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വാഴാനി ജലാശയം കനാലിലൂടെ തുറന്നു. കനാൽ ശുചീകരിക്കാത്തത് തിരിച്ചടിയായി. മാലിന്യ കൂമ്പാരമായി കനാലിൽ ജലമൊഴുക്ക്. പകർച്ചവ്യാധികൾ പടരുമോ എന്ന് ആശങ്ക. ആർത്തിയില്ലാത്ത കൃഷിരീതിയെ കുറിച്ച് പഠിക്കാൻ കേരളം മുന്നോട്ട് വരണമെന്ന് K രാധാകൃഷ്ണൻ MP. അഗ്രോ ബേസ്ഡ് ഇക്കോണമി സുസ്ഥിര വികസനത്തിന് അനിവാര്യമാണെന്നും രാധാകൃഷ്ണൻ. നാളികേര വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സമഗ്ര കേര വികസന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കോക്കനട്ട് കോംപ്ലക്സിൽ നടന്നു. സംയോജിത ജൈവ ജീവാണു രാസവളം വിതരണം ചെയ്തു. ലഹരിമുക്ത നവകേരളമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സർക്കാരും സമൂഹവും കൈകോർത്ത് പിടിച്ചാൽ സൃഷ്ടിക്കപ്പെടുന്നത് ലഹരി വിമുക്ത സമൂഹം.
ലഹരി ഉപയോഗത്തിലേക്ക് യുവാക്കൾ വഴിമാറുന്നത് സമൂഹത്തിന് നൽകുന്നത് വലിയ ആഘാതം. കേന്ദ്ര സർക്കാർ പദ്ധതിയായ നശാമുക്ത് ഭാരത് അഭിയാൻ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. വിലക്കയറ്റത്തിന് വിരാമമിടാൻ പൊതുവിപണിയിൽ നിരന്തരം ഇടപെട്ട് പൊതുജനങ്ങളെ കൊള്ളയടിക്കുന്നവരെ തുരത്തുന്ന ഇടപെടലാണ് കൺസ്യൂമർ ഫെഡ് നടത്തുന്നതെന്ന് മന്ത്രി വി.എൻ. വാസവൻ. സഹകരണ മേഖല ആധുനിക സേവന രംഗത്തും മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലും പുത്തൻ ചരിത്രം സൃഷ്ടിക്കുന്നു. ത്രിവേണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസിയിൽ പുതിയതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്ക് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. നിരോധിത വല ഉപയോഗിച്ച് ചെറുമത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന ട്രോളർ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് സംയുക്ത സംഘം പിടികൂടി പിഴ ചുമത്തി. മുനമ്പം പള്ളിപ്പുറം സ്വദേശി മരിയാലയം ശെൽവരാജിന്റെ കരിഷ്മ 2 ബോട്ടാണ് പിടിച്ചെടുത്തത്. 5,73,250 രൂപയാണ് പിഴ ഈടാക്കിയത്. കയ്പമംഗലത്ത് 1.5 കിലോ കഞ്ചാവുമായി ബീഹാർ സ്വദേശികളായ തൊഴിലാളികൾ പിടിയിൽ. ജനകീയ ഡി ഹണ്ട് ഓപ്പറേഷന്റെ ഭാഗമായുള്ള പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. പിടിയിലായവരെല്ലാം യുവാക്കൾ. ചെറിയ പാക്കറ്റുകളിലാക്കി വിതരണത്തിന് തയ്യാറാക്കിയ കഞ്ചാവാണ് പിടികൂടിയത്. ജനകീയം ഡി ഹണ്ട് പരിശോധനകൾ തുടരും. ചന്ദ്രാപ്പിന്നിയിൽ വീടിന് നേരെ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ആക്രമണം. മോഹൻലാൽ ആരാധകർക്ക് സന്തോഷത്തിന്റെ ആരവ നിമിഷങ്ങൾ. എമ്പുരാൻ 27-ന് തന്നെ എത്തും. റിലീസിംഗിലെ ആശയക്കുഴപ്പത്തിന് സമാപനം. തർക്കത്തിൽ ഗോകുലം ഗോപാലിന്റെ ഇടപെടൽ. എമ്പുരാന്റെ വിതരണം ഏറ്റെടുത്ത് ശ്രീ ഗോകുലം മൂവീസ്. ലൈക്ക ആശീർവാദ് തർക്കം രൂക്ഷമായതിനെ തുടർന്നാണ് ഗോപാലിന്റെ ശ്രദ്ധേയമായ ഇടപെടൽ.